കേസിന്റെ തുടക്കത്തിൽ ഈ ദിലീപിനെതിരെ ആരോപണങ്ങളൊക്കെ മാധ്യമങ്ങൾ വന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു അത് തെറ്റാണ് എന്ന രീതിയിൽ. ആഭ്യന്തര വകുപ്പ് കൂടി ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് അന്ന് അത് തെറ്റാണ്, മാധ്യമങ്ങൾ തെറ്റായ വാർത്തയാണ് കൊടുക്കുന്നത്, ദിലീപിനെ വേട്ടയാടുന്നത് ശരിയല്ല എന്നൊക്കെ അന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല. അടൂർ പ്രകാശ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിലുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ അപ്പീലിന് പോകില്ല എന്നുള്ളത് ഉറപ്പല്ലേ? അപ്പോൾ ആരുടെ ഭാഗത്താണ് അടൂർ പ്രകാശ് നിൽക്കുന്നത്? UDFിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമല്ലേ കൺവീനർ സ്ഥാനം. ആ കൺവീനർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ രൂപത്തിലുള്ള ജൽപ്പനങ്ങൾ നടത്തുന്നത് കേരളീയ സമൂഹം അംഗീകരിക്കുമോ? അപ്പോൾ അദ്ദേഹം സ്ത്രീ വികാരം മനസ്സിലാക്കുന്നില്ല, സ്ത്രീകളുടെ വിഷമത മനസ്സിലാക്കുന്നില്ല. ഏത് സാഹചര്യത്തിലാണിപ്പോൾ കേരളീയ സ്ത്രീകളുടെ മനസ്സിൽ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെട്ട വികാരം എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സെക്സ് റാക്കറ്റിൻ്റെ അടിമകളായി മാറിയിരിക്കുന്നു ഇങ്ങനെയുള്ള കുറേ നേതാക്കൾ എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇതൊരു രാഹുലിന്റെ വിഷയത്തിലും അടൂർ പ്രകാശ് രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു സമീപനമാണ് ആദ്യഘട്ടത്തിലൊക്കെ സ്വീകരിച്ചത്. സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം എന്നുള്ളതാണ് പറഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹം നിലപാടിലൊക്കെ മാറ്റം വരുത്തി മയപ്പെടുത്തിയത്. ഒരു പൊതുവെ സ്ത്രീ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമീപനം എന്ന് മാത്രമാണോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC പ്രസിഡന്റും പറഞ്ഞതിന് വിരുദ്ധമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ നിലപാട് വ്യക്തമാക്കണമെന്ന്. ഒരു നിമിഷം പോലും കൺവീനർ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല. ഈ KB ഗണേഷ് കുമാറിനും ഇടതുപക്ഷ മന്ത്രിസഭയിലുള്ള KB ഗണേഷ് കുമാറിനും ഇതേ ഒരു അഭിപ്രായം തന്നെയാണെന്നുള്ളൊരു തന്നെയാണ് UDF ഉയർത്തുന്നത്. എനിക്കതറിയില്ല. ഈ കേസിന്റെ തുടക്കത്തിൽ ഈ ദിലീപിനെതിരെ ആരോപണങ്ങളൊക്കെ മാധ്യമങ്ങൾ വന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു അത് തെറ്റാണ് എന്ന രീതിയിൽ. ആഭ്യന്തര വകുപ്പ് കൂടി ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് അന്ന് അത് തെറ്റാണ്, മാധ്യമങ്ങൾ തെറ്റായ വാർത്തയാണ് കൊടുക്കുന്നത്, ദിലീപിനെ വേട്ടയാടുന്നത് ശരിയല്ല എന്നൊക്കെ അന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല.